നമുക്ക് ബ എന്ന അക്ഷരത്തിന് ചിഹ്നങ്ങൾ ചേർത്ത് പഠിക്കാം. ബയിൽ ഫത്തഹ് ഇടുമ്പോൾ ബ എന്ന് വായിക്കും. കെസർ ഇടുമ്പോൾ ബി. ബ എഴുതുന്ന കണ്ടോ? അത് കഴിഞ്ഞ് ലം ഇടുമ്പോൾ ബു, ഉകാരം. അപ്പം അകാരം, ഇകാരം, ഉകാരം ചേർക്കുന്ന കണ്ടോ? പിന്നെ ബ് സുക്കൂൻ ചേർക്കുമ്പോൾ സുക്കൂൻ, സു അല്ല സു, സുക്കൂൻ ചേർക്കുമ്പോൾ ബ്. അടുത്തത് നോക്ക്, ബായുടെ മുകളിൽ ഇരട്ട ഫത്തഹ്, അപ്പോൾ ബൻ എന്ന് വായിക്കും. ഇത് ഇരട്ട അക്ഷരം, ഇത് ഇടുന്നത് ഹർക്കത്തിടുമ്പോൾ അതിന് തൻവീൻ എന്നാണ് പറയുന്നത്. അടിയിൽ കസർ ഇരട്ട ഇട്ടപ്പോൾ ബിൻ, മുകളിൽ ലം ഇരട്ട ഇട്ടപ്പോൾ ബുൻ. കണ്ടോ? ബൻ ബിൻ ബുൻ. അപ്പോൾ ബാഇൻ്റെ കൂടെ അലിഫ് ചേർത്ത് എഴുതി. ദീർഘ അക്ഷരമാണ് അലിഫെന്ന് നമ്മൾ പഠിച്ചപ്പോൾ ബാഇനോട് ചേർത്ത് അലിഫ് എഴുതിയപ്പോൾ ബാഇനോട് ചേർത്ത് യാ എഴുതി കിസർ ഇടുമ്പോൾ ബീ ബീ. അടുത്ത നോക്ക്, ബാഇനോട് ചേർത്ത് വാവ് എഴുതി ലമ്മ് കൊടുക്കുമ്പോൾ ബൂ. അതുപോലെ തന്നെയാണ് ഓരോ അക്ഷരവും, ബൂ. അടുത്തത് നോക്ക്, ബ എന്നിട്ട് വാവ് ചേർത്ത് അതിന് സുക്കൂൻ കൊടുത്തപ്പോൾ നമുക്ക് ബൗ എന്ന് വായിക്കാം. ബ വ് ഉണ്ടോ? ബൗ. അടുത്തത് ബാഇനോട് മീമ് ചേർത്ത് സുക്കൂൻ കൊടുത്തപ്പോൾ ബം. കായാണെങ്കിൽ കം എന്ന് വായിക്കാം. അതുപോലെ അടുത്ത് നോക്ക്, ബ എഴുതി അതിനോട് ചേർത്ത് യാ എഴുതി സുക്കൂൻ കൊടുത്തപ്പോൾ ബൈ എന്ന് വായിക്കാം. കണ്ടോ? അപ്പം ബൂ, ബൗ, ബം, ബൈ ഇത്ര എഴുതിയിരിക്കുന്നുണ്ടോ? ഇനി അപ്പം നമുക്ക് ആയും അലിഫും ബ നമ്മൾ പഠിച്ചു, ആ പഠിച്ചു, ബുൻ എഴുതാൻ പഠിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചേർത്ത് എഴുതി നോക്കാം. അബുൻ, അബുൻ എന്ന് പറഞ്ഞാൽ ഫാദർ, അച്ഛൻ. അങ്ങനെ എഴുതുന്നതിന് നമുക്ക് എന്ത് ചെയ്തു? ആ എന്ന അക്ഷരം എഴുതി, അത് കഴിഞ്ഞ് ബുൻ എന്ന് എഴുതി.